വെൽക്കം ബാക്ക് ടു യുണൈറ്റഡ് സെൻട്രൽ. യുണൈറ്റഡ് ഫോർ സൊസിഡാഡ് 1. കുറേ നാളുകൾക്ക് ശേഷം യുണൈറ്റഡിൻ്റെ കളി കണ്ടിട്ട് ഒന്ന് സന്തോഷിക്കാൻ സാധിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ ആദ്യത്തെ 10 മിനിറ്റിലാവുമ്പോൾ ഒരു ഗോൾ അടിച്ചതിന് ശേഷം ഞാൻ പോയി കിടന്നതാണ്. പക്ഷേ ഉറക്കം വന്നില്ല. അതുകൊണ്ട് തന്നെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി സ്കോർ നോക്കിക്കഴിഞ്ഞപ്പോൾ 1-1 പിന്നിരുന്ന് കാണാമെന്ന് വിചാരിച്ചു. കണ്ടതുകൊണ്ട് എന്താ സംഭവിച്ചു, സിർക്സി റൊണാൾഡീഞ്ഞായി മാറുന്നത് ലൈവായിട്ട് വിറ്റ്നസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ഗോൾ അസിസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും പുള്ളി ഒരു റൊണാൾഡീഞ്ഞോ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. വെറുതെ അല്ല, തിയാഗോ മൊട്ട സിർസിയുടെ കളി കാണുമ്പോൾ റൊണാൾഡീഞ്ഞോന് ഓർമ്മ വരുമെന്ന് പറഞ്ഞത്. അതുപോലത്തെ കിടിലം പെർഫോമൻസ് ആണ് സിർക്സി ഇന്നലെ കാഴ്ചവെച്ചത്. ഗോൾ അസിസ്റ്റം കിട്ടിയില്ലെങ്കിലും ഓവറോൾ ഫുട്ബോളിംഗ് വൈസ് സിർക്സി ഒത്തിരി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺഫിഡൻസ് ഒക്കെ സിർക്സിക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ജനറലി ടീമിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇന്നലെ എല്ലാവരും തന്നെ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് കുറ്റോ തെറ്റൊന്നും പറയാനില്ല. ഡിലിറ്റിൻ്റെ ആ ഒരു പെനാൽറ്റി വഴങ്ങി അതൊരു അൺലക്കി എന്ന് പറയാം. ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരും തന്നെ നന്നായിട്ടാണ് കളിച്ച്. ഹോയിലൻഡ് ആണെങ്കിൽ പോലും ഒരു അസിസ്റ്റിന് വഴി ഒരുക്കി. അതുപോലെ തന്നെ മിസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഓവറോൾ ഹോയിലിൻ്റെ ലിങ്ക് പ്ലേയും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഡ്യുവൽസ് ഒക്കെ വിൻ ചെയ്യുന്നുണ്ടായിരുന്നു, അത് നല്ലതാണ്. അതുപോലെ തന്നെ ഗാർനാച്ചോ റൈറ്റ് വിങ്ങിലാണ് കളിച്ചത്, മച്ച് ബെറ്റർ ദാൻ ലെഫ്റ്റ് വിങ്. പുള്ളിക്കാരൻ ലെഫ്റ്റ് സൈഡിൽ കളിച്ച് കഴിയുമ്പോൾ നമുക്കറിയാം ഷോട്ടൊക്കെ എടുത്ത് വെറുതെ അനാവശ്യമായിട്ടുള്ള സംഗതികളൊക്കെ ചെയ്യും. പക്ഷേ റൈറ്റിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ബെറ്റർ ആയിരുന്നു. അതുപോലെ തന്നെ ബ്രൂണോയുടെ ആ ഫൈനൽ ഗോളിലേക്കുള്ള വഴി ഒരുക്കിയത് സാധാരണഗതിയിൽ എന്തെങ്കിലും മണ്ടത്തരോ അല്ലെങ്കിൽ ബാഡ് ഡിസിഷൻ ആയിരിക്കും പുള്ളി എടുക്കുക. പക്ഷേ ഇന്നലത്തെ ആ ഒരു സമയത്തൊക്കെ ഡിസിഷൻ മേക്കിംഗ് നല്ലതായിരുന്നു. കീ പാസുകളൊക്കെ ഗാർനാച്ചോയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ മിഡ്ഫീൽഡ് പെർഫോമൻസ് ബ്രൂണോയും കസമീറോ ആയിരുന്നു മിഡ്ഫീൽഡിൽ. സുബമെൻഡി ഒറ്റയ്ക്ക് ഒരു ഹാൻഡിൽ ചെയ്യുന്നുള്ളൊരു തോന്നലാണ് ഉണ്ടായത്. കാരണം അത്രയും ഹൈപ്പാണല്ലോ സുബമെൻഡിക്ക് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മിഡ്ഫീൽഡ് സുബമെൻഡിക്ക് ഇതിൽ സ്ട്രഗിൾ ചെയ്യുന്നതാണ് വിചാരിച്ചത്. പക്ഷേ പ്രത്യേകിച്ച് യാതൊരു കുഴപ്പമുണ്ടായില്ല. കസമീറോ ആണെങ്കിലും കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് അദ്ദേഹം നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. സോളിഡ് പെർഫോമൻസ് ഫ്രം കസമീറോ. അതുപോലെ തന്നെ ഹേവൻ്റെ നല്ലൊരു പ്രകടനമായിരുന്നു ഇന്നലെ. നന്നായിട്ട് തന്നെ ഹേവൻ കളിച്ചു. നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് അനക്കോ പ്രഷറൊന്നും ഹേവന് ഫീൽ ചെയ്യാത്ത പോലെയാണ്. നന്നായിട്ട് തന്നെ ഇന്നലത്തെ മത്സരത്തിൽ കളിച്ചു. അതുപോലെ തന്നെ ഡോർഗും മികച്ച പെർഫോമൻസ് ആയിരുന്നു. എൻ്റെ പ്രൊഡക്റ്റ് വൈസ് അത്ര മികച്ചതാണെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ആളുടെ ഭയങ്കര ഇലക്ട്രിക്കാണ്, ഫിസിക്കാലിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളത് പറഞ്ഞൊരു കാര്യമാണ്. ഡോർഗിന് സൈൻ ചെയ്ത സമയത്ത് നമുക്ക് ടീമിന് ആവശ്യമുള്ളൊരു അത്ലറ്റിക് പ്ലെയർ അല്ലെങ്കിൽ ഒരു അത്ലറ്റിക് അങ്ങനത്തെ ഒരു പ്ലെയർ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് ഡോർഗുന്ന് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓവറോൾ സിസ്റ്റത്തിലേക്ക് നോക്കിക്കഴിയുമ്പോൾ റൂബൻ അമോറിമിൻ്റെ സിസ്റ്റത്തിലേക്ക് നോക്കിക്കഴിയുമ്പോൾ വലിയ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കാണാം കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട്. അതുപോലെ ഇനി പറയേണ്ട ഒരാൾ, ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ബ്രൂണോ ഫെർണാണ്ടസ്. വൺസ് അഗെയിൻ ക്യാപ്റ്റൻസ് പെർഫോമൻസ്, ഹാട്രിക് ഹീറോ, യൂറോപ്പ ലീഗിലെ ഒരേ ഒരു രാജാവ്, ഗോൾസ് ആൻഡ് അസിസ്റ്റിലെ നമ്പർ 1, ഏറ്റവും കൂടുതൽ ഗോൾസ് ആൻഡ് അസിസ്റ്റ് യൂറോപ്പ ലീഗിൽ കിട്ടിയ പ്ലെയർ. അല്ലെങ്കിൽ ഇപ്പം നിലവിലത്തെ റെക്കോർഡ് ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ പേരിലായിട്ടുണ്ട്. ഇനി ഒരു യൂറോപ്പ ലീഗും കൂടി അടിച്ചാൽ മതി, യൂറോപ്പയിലെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം നമുക്ക് ബ്രൂണോനെ വിളിക്കാൻ പറ്റും. ഇനിയിപ്പോൾ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നമുക്കിനി അടുത്ത മത്സരം എന്ന് പറയുന്നത് ക്വാർട്ടർ ഫൈനൽ ലിയോണായിട്ടാണ്. അതുപോലെ തന്നെ ലിയോണായിട്ട് ജയിച്ചു കഴിഞ്ഞാൽ മിക്കവാറും വരാൻ പോകുന്നത് റേഞ്ചേഴ്സ് അല്ലെങ്കിൽ അത്ലറ്റിക് ബിൽബാവോ ആയിരിക്കും. ഇപ്പോൾ ഈ മത്സരങ്ങളൊക്കെ അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മൾ ഈ ഒരു ടീമുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവരെല്ലാവരും തന്നെ ലീഗിലൊക്കെ നമ്മളെക്കാൾ മുമ്പിലുള്ള ടീമുകളാണ്. അതുകൊണ്ട് തന്നെ ആരെയും ഡിസ്റെസ്പെക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നമുക്കറിയാം പ്രത്യേകിച്ച് പ്രതീക്ഷയൊന്നും ഈ ടീമിൽ ഇല്ലാതിരിക്കാനാണ് നല്ലത്. സോ വി വോണ്ട് ബി ഡിസപ്പോയിൻറ്റഡ്. പക്ഷേ ദർ ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി, അതില്ലാതെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പോൾ എന്തായാലും യൂറോപ്പിൽ നമ്മൾ ബെറ്ററായിട്ട് കളിക്കുന്നുണ്ട്. ബാക്കിയുള്ള ടൂർണമെൻറ്റുകളൊക്കെ വെച്ച് നോക്കിക്കഴിയുമ്പോൾ നമ്മളാണ് ഒരേ ഒരു അൺബീറ്റൻ ടീം. 72 ടീമുകൾ കളിച്ചതിൽ ഈ സീസണിൽ യൂറോപ്പിലെ ഒരേ ഒരു അൺബീറ്റൻ ടീം എന്ന് പറയുന്നത് നമ്മളാണ്. സോ ദാറ്റ് ക്രെഡിറ്റ് ഗോസ് ടു റൂബൻ അമോറിം. അപ്പോൾ ഇത് നമുക്ക് കീപ്പപ്പ് ചെയ്യാൻ സാധിക്കട്ടെ. നമ്മുടെ ഇഞ്ചുറി ആയിട്ടുള്ള പ്ലേയേഴ്സൊക്കെ തിരിച്ചു വരട്ടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അറ്റ് ദി എൻഡ് ഓഫ് ദി സീസൺ ലെറ്റ്സ് സീ. നമ്മൾ അധികം പ്രതീക്ഷ ഒന്നും വയ്ക്കാതിരിക്കാനാണ് നല്ലത്. എന്തായാലും ഹാപ്പി വിത്ത് ദ റിസൾട്ട്. കുറേ നാളുകൾക്ക് ശേഷം യുണൈറ്റഡിൻ്റെ ഒരു കളി എൻജോയ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഇടുക. മറ്റൊരു വീഡിയോയുമായി കാണാം.